CPIM എന്ന രാഷ്ട്രീയ പാർട്ടിക്കെതിരെ കേരളത്തിൽ ജമാഅത്തെ ഇസ്ലാമി, കോൺഗ്രസ്, മുസ്ലിം ലീഗ് എന്നീ സംഘടനകൾ ഉയർത്തിക്കൊണ്ടുവരുന്ന വലിയ പ്രചാരണമുണ്ട്. കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിലും അതിന് മുമ്പ് നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിലും വലിയ പ്രചാരണായുധമാക്കി മാറ്റിയിരുന്നു ഇക്കാര്യം ഈ മൂന്ന് സംഘടനകൾ. എന്തിനേറെ പറയുന്നു, ലോക്സഭയുടെ പ്രതിപക്ഷ നേതാവ്, ഇന്ത്യ മുന്നണിയുടെ നേതാവ് കേരളത്തിൽ വന്ന് തിരുവനന്തപുരത്ത് വന്ന് പ്രസംഗിച്ചപ്പോൾ CPMനെ വിശേഷിപ്പിക്കാൻ ഉപയോഗിച്ച വാക്ക് CJP എന്നാണ്. എന്ന് വെച്ചാൽ കോൺഗ്രസും മുസ്ലിം ലീഗും ജമാഅത്തെ ഇസ്ലാമിയും ചേർന്ന് നടത്തുന്ന പ്രചാരണം രാഹുൽ ഗാന്ധി വരെ ഏറ്റെടുക്കുന്നു എന്നും. എന്നാൽ അതാണോ വസ്തുത? BJPക്കെതിരെ ശക്തമായ പ്രതിരോധം കേരളത്തിൽ ഉയർത്തിക്കൊണ്ടുവരുന്നത് CPM ആണ് എന്ന കാര്യത്തിൽ ആർക്കും തർക്കമുണ്ടാകില്ല. BJPയുടെ നിലപാടിനോട്, രാഷ്ട്രീയത്തോട് ഒരിക്കലും പൊരുത്തപ്പെടാതെ മുന്നോട്ട് പോകുന്ന ഏക രാഷ്ട്രീയ പാർട്ടി CPM ആണ് കേരളത്തിലും ഇന്ത്യയിലും എന്ന് നമ്മുടെ മുന്നിൽ എത്രയോ ഉദാഹരണമുണ്ട്. കേരളത്തിൽ K. സുധാകരൻ RSSന്റെ ശാഖയ്ക്ക് കാവൽ നിന്ന കഥ നമ്മുടെ മുന്നിലുണ്ട്. അതോടൊപ്പം തന്നെ കോലി സഖ്യം നമ്മുടെ മുന്നിലുണ്ട്. VD സതീശൻ സൽവർക്കറുടെ ഫോട്ടോയ്ക്ക് മുന്നിൽ വിളക്ക് കത്തിച്ച് തൊഴുതു നിൽക്കുന്ന ചിത്രം നമ്മുടെ മുന്നിലുണ്ട്. അങ്ങനെയൊരു ചിത്രമോ അത്തരമൊരു സഖ്യമോ CPMനെതിരെ പറയാൻ, ചൂണ്ടിക്കാണിക്കാൻ കോൺഗ്രസിനും കഴിയില്ല, ജമാഅത്തെ ഇസ്ലാമിക്കും കഴിയില്ല, മുസ്ലിം ലീഗിനും കഴിയില്ല. ആ നിലപാടിൽ ഉറച്ചു നിൽക്കുന്നു CPM. അതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണം ഇതാ പുറത്തു വന്നിരിക്കുന്നു. തദ്ദേശ സ്ഥാപനങ്ങളിലേക്ക് തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്നു. മഞ്ചേശ്വരം പ്രധാനപ്പെട്ട ഒരു മണ്ഡലമാണ്. എന്തുകൊണ്ട്? BJPക്ക് വിജയസാധ്യത ഏറ്റവും കൂടുതൽ ഉള്ള മണ്ഡലങ്ങളിൽ ഒന്നാണ് മഞ്ചേശ്വരം. അതുകൊണ്ട് തന്നെ മഞ്ചേശ്വരം നിയമസഭാ മണ്ഡലം ശ്രദ്ധാകേന്ദ്രമാകാറുണ്ട് തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ. കഴിഞ്ഞ 3 മത്സരങ്ങൾ, തെരഞ്ഞെടുപ്പുകൾ മാത്രം പരിശോധിച്ചാൽ മതി എന്താണ് കാസർഗോഡ് ജില്ലയിലെ മഞ്ചേശ്വരം മണ്ഡലത്തിൻ്റെ അവസ്ഥ എന്നറിയാൻ. 2021 AKM അഷ്റഫ് K. സുരേന്ദ്രനോട് ജയിക്കുന്നത് 855 വോട്ടിന് മാത്രമാണ്. IUML സ്ഥാനാർത്ഥി, മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥി, UDF സ്ഥാനാർത്ഥി AKM അഷ്റഫ്, തൊട്ടടുത്ത സ്ഥാനാർത്ഥി BJPയിലെ K. സുരേന്ദ്രനായിരുന്നു. AKM അഷ്റഫ് UDFൽ ലഭിച്ച ഭൂരിപക്ഷം 855 വോട്ടാണ്. ഇനി 2019 ബൈ ഇലക്ഷൻ നോക്കുമ്പോൾ അപ്പോൾ മാത്രമാണ് അവിടെ UDFന് നല്ല ഒരു ഭൂരിപക്ഷം ഉണ്ടായത്. 7923 വോട്ടിൻ്റെ ഭൂരിപക്ഷം. MC കമറുദ്ദീനായിരുന്നു UDFന്റെ മുസ്ലിം ലീഗിൻ്റെ സ്ഥാനാർത്ഥി. രവീഷ് തന്ത്രി കണ്ടാറായിരുന്നു BJP സ്ഥാനാർത്ഥി. M. ശങ്കര റായി ആയിരുന്നു CPIM സ്ഥാനാർത്ഥി. 2ാം സ്ഥാനത്ത് രവീന്ദ്ര തന്ത്ര കണ്ടാറായിരുന്നു. 7923 വോട്ടിൻ്റെ ഭൂരിപക്ഷം അന്ന് UDFന് ലഭിച്ചു. 2016 K. സുരേന്ദ്രനായിരുന്നു BJP സ്ഥാനാർത്ഥി. PB അബ്ദുൾ റസാഖായിരുന്നു UDF സ്ഥാനാർത്ഥി മുസ്ലിം ലീഗിൻ്റെ. ഭൂരിപക്ഷം PB അബ്ദുൾ റസാഖിന് കേവലം 89 വോട്ട് മാത്രമായിരുന്നു. എന്ന് വെച്ചാൽ BJPക്ക് ജയിച്ചു വരാൻ സാധ്യതയുള്ള മണ്ഡലമാണ്. ആ മണ്ഡലത്തിൽ ആരായിരിക്കണം LDF സ്ഥാനാർത്ഥി എന്നത് വളരെ നിർണായകമാണ്. നേരത്തെ മഞ്ചേശ്വരം മണ്ഡലത്തിൽ സ്ഥാനാർത്ഥിയായി പരിഗണിച്ചത് ഷാനവാസ് പാദൂർ എന്ന മുൻ കോൺഗ്രസ് നേതാവ്, അതോടൊപ്പം തന്നെ ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കൂടിയായ ആളെയായിരുന്നു ഷാനവാസ് പാദൂറിനെ ആയിരുന്നു. ഷാനവാസ് പാദൂർ മത്സരിച്ചാൽ മുസ്ലിം വോട്ട് ഭിന്നിക്കും. മുസ്ലിം വോട്ട് ഭിന്നിച്ചാൽ BJPക്ക് എളുപ്പത്തിൽ വളരെ പെട്ടെന്ന് വിജയസാധ്യത ഉണ്ടാകും. അതുകൊണ്ട് ആ സ്ഥാനാർത്ഥിത്വം പുനഃപരിശോധിക്കണമെന്ന് CPIM സംസ്ഥാന നേതൃത്വം ആവശ്യപ്പെട്ടു ജില്ലാ കമ്മിറ്റിയോട്. അങ്ങനെ ജില്ലാ കമ്മിറ്റി വീണ്ടും വിഷയം ചർച്ച ചെയ്തു. ന്യൂനപക്ഷ വോട്ടുകൾ, പ്രത്യേകിച്ച് മുസ്ലിം വോട്ട് ഭിന്നിക്കാൻ പാടില്ല. മുസ്ലിം വോട്ട് ഭിന്നിച്ചാൽ BJPക്ക് വിജയസാധ്യത കൂടും. K. സുരേന്ദ്രൻ തന്നെയാണ് മഞ്ചേശ്വരത്ത് ഇത്തവണയും മത്സരിക്കുന്നത്. BJPയെ എന്ത് വില കൊടുത്തും പരാജയപ്പെടുത്തണം എന്നതുകൊണ്ട് KR ജയാനന്ദ എന്ന CPIM നേതാവിനെ സ്ഥാനാർത്ഥിയാക്കാൻ തീരുമാനിക്കുന്നു. CPIMന്റെ കാസർഗോഡ് ജില്ലാ സെക്രട്ടേറിയറ്റ് മെമ്പറാണ്. തുളു ഭാഷാ മേഖലയിൽ CPIMന്റെ മുഖമായി നിൽക്കുന്ന ആളാണ്. അതോടൊപ്പം തന്നെ തുളു അക്കാദമിയുടെ ചെയർമാൻ കൂടിയാണ് KR ജയാനന്ദ. KR ജയാനന്ദ മത്സരിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായും ഹിന്ദു വോട്ടുകളിൽ ഒരു ഭിന്നിപ്പുണ്ടാകാൻ സാധ്യതയുണ്ട്. അത് BJPയുടെ വിജയത്തെ, K. സുരേന്ദ്രന്റെ വിജയത്തെ തടയും. അതുകൊണ്ട് KR ജയാനന്ദ സ്ഥാനാർത്ഥിയാകണം എന്നാണ് ഇപ്പോൾ കാസർഗോഡ് ജില്ലാ കമ്മിറ്റി, CPIM ജില്ലാ കമ്മിറ്റി തീരുമാനിച്ചിരിക്കുന്നത്. അതിന് സംസ്ഥാന കമ്മിറ്റിയും സംസ്ഥാന സെക്രട്ടേറിയറ്റും അനുമതി നൽകുകയും ചെയ്യും. എന്ന് വെച്ചാൽ എന്ത് വില കൊടുത്തും
BJPയെ പരാജയപ്പെടുത്തണം എന്ന നിലപാട് ഏറ്റെടുക്കുന്ന, അതിനുവേണ്ടി പ്രവർത്തിക്കുന്ന, അതിനുവേണ്ടി തന്ത്രങ്ങൾ മെനയുന്ന കേരളത്തിലെ ഏക രാഷ്ട്രീയ പാർട്ടി CPM ആണ്, ഇടതുപക്ഷമാണ്. അങ്ങനെയുള്ള ഇടതുപക്ഷത്തെയാണ് ന്യൂനപക്ഷ വിരുദ്ധ പാർട്ടിയാണ്, മുസ്ലിം വിരുദ്ധ പാർട്ടിയാണ് എന്ന ലേബലൊട്ടിക്കാൻ ഇവിടെ ചിലർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് എന്നോർക്കണം. മുസ്ലിം സുഹൃത്തുക്കൾ, മുസ്ലിം വോട്ടർമാർ ആലോചിക്കേണ്ട കാര്യമാണ്. CPM എന്ന രാഷ്ട്രീയ പാർട്ടി കേരളത്തിൽ ദുർബലമായാൽ ഉണ്ടാകുന്ന അവസ്ഥ എന്താണ് എന്ന്. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും തദ്ദേശ സ്ഥാപനങ്ങളിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിലും എങ്ങനെയാണോ ചിന്തിച്ചത് അത് മാറ്റി ചിന്തിക്കാൻ സമയമായിരിക്കുന്നു. ആ മാറ്റം കേരളത്തിന് അനിവാര്യമാണ്, കേരളത്തിൻ്റെ നിലനിൽപ്പിന് അനിവാര്യമാണ് എന്ന തിരിച്ചറിവ് മുസ്ലിം ന്യൂനപക്ഷത്തിന് നൽകാൻ കാസർഗോഡ് മണ്ഡലത്തിലെ CPMന്റെ സ്ഥാനാർത്ഥിത്വം കൊണ്ട് കഴിഞ്ഞു എങ്കിൽ അതുതന്നെയാണ് അതിലെ ഏറ്റവും വലിയ രാഷ്ട്രീയ നേട്ടം. BJPയെ പരാജയപ്പെടുത്തുക എന്നതാണ് CPIMന്റെ ഏറ്റവും വലിയ ദൗത്യങ്ങളിൽ ഒന്ന് എന്ന് ഒന്നുകൂടി ഉറപ്പിക്കുന്നതാണ് മഞ്ചേശ്വരം മണ്ഡലത്തിലെ KR ജയാനന്ദയുടെ സ്ഥാനാർത്ഥിത്വം.